ഇത്ര ശല്യമാണെങ്കിൽ കമ്പനി അങ്ങ് അടച്ചേര്. യാത്രയൊക്കെ സുഖമായിരുന്നോ മോളെ? എടീ ശരി, കാപ്പി കുടിക്കൂ. യാത്ര ക്ഷീണം മാറട്ടെ. പിന്നെ അമ്മയുടെ വർത്തമാനത്തിന്റെ ക്ഷീണവും നീ പോടിയിടുന്നു. അപ്പോയിട്ട് നിന്തേച്ചി കമ്പനി പോയിരിക്കാണോ? അവൻ ഇപ്പൊ വരും. ആട്ടെ, ശങ്കരൻകുട്ടിയുടെ അസുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ല. അവനെന്താ ഇങ്ങോട്ട് വരാഞ്ഞ? അച്ഛൻ ഇന്നലെ തിരുവനന്തപുരത്ത് പോയതാ. 2 ദിവസം കഴിഞ്ഞേ വരൂ. അല്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് വരാമല്ലോ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഒറ്റയ്ക്കാണല്ലോ സഞ്ചാരം. ആ ദാവൻ വന്നല്ലോ. ശ്രീദേവിയോ എപ്പോഴെത്തി? ഇപ്പൊ വന്നതേ ഉള്ളൂ. കഷ്ടിച്ച് 1/2 മണിക്കൂറായി. ഇരിക്കൂ. ബസ്സിറങ്ങി നേരെ കമ്പനിയിലോട്ട് വന്നാലോ എന്ന് ആലോചിച്ചു. പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു. വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മാവനും അമ്മായിക്കൊക്കെ? ആ, സുഖം തന്നെ. അപ്പോട്ടിന് സുഖാണോ? ഏയ്, സുഖാണോന്ന്. എനിക്ക് പിന്നെന്താ സുഖം. ആ, ഞാൻ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. മോളെ, ബാഗൊക്കെ അകത്തോണ്ട് പോയി വെച്ച് കുളിക്കും. ഈ ഫോട്ടോ ഈടെ എടുത്താണോ? നല്ല സ്റ്റൈലായിരിക്കുന്നു. ഇതിന്റെ ഒരു കോപ്പി എനിക്ക് വേണം കേട്ടോ. എന്റെ കൂട്ടുകാരികളെ കാണിക്കാനാ. അതിന് വേറെ കോപ്പി ഇല്ല. ഇല്ലെങ്കിൽ വേറെ എടുപ്പിച്ചു തരണം. അല്ലെങ്കിൽ ഞാനിത് അടിച്ചോണ്ട് പോവും. ആ, അപ്പോഴും ഞാനൊരു പ്രസന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണടയ്ക്ക്. അടയ്ക്കാൻ. ഇനി തുറക്കൂ. ഞാൻ തന്നെ തയ്ച്ചതാ. ഞാൻ താഴോട്ട് പോട്ടെ. വേണ്ട അമ്മ വേണ്ട. തൃശൂർ പൂരത്തിന്റെ കാര്യം കഴിയട്ടാ, എന്നിട്ട് മുതലാ കോഴിക്കോട്ടെ കാര്യം. അപ്പോഴേക്കും കയറി നമ്മുടെ ബിസിനസ് പിടിക്കാൻ നോക്കാണ്. വിട്ട് പിടിക്കരാ അബു. ചെറുക്കെങ്ങനെയുണ്ടാ വേലുണ്ട്? എങ്ങനെയുണ്ടാ വേലുന്റെ ചെറുക്ക്? ഇപ്പൊ ഞാൻ പറഞ്ഞത് നോണേണ്ടവനെ. ഇവിടെ പൂരത്തിന് പൂരപ്പറമ്പ് കയറ്റിട്ടല്ല, മുടി നഖല്ലാണ്ട് വേറൊരു വസ്തു ബാക്കി കിട്ടില്ല. അസൽ ഉടുപ്പിടിയാണ്, സമ്മതിച്ച പറ്റി. മമ്മദിക്ക, നിങ്ങൾ കുടി മറക്കേണ്ടട്ടാ. ഈ പോണ നായിന്റെ മോനെ, ഓളെ കിട്ടിയ കുടിയും വേണ്ട കുട്ടികളും വേണ്ട. അപ്പൊ അത്രയ്ക്കായ ഇത്തിരി മീൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. നന്നായി പഴിച്ചിട്ട് കണ്ണ് കാണാൻ പറ്റില്ല. മീൻ ഇനി കൊണ്ടുവാ. പിന്നെ വേലൊണ്ണം വിറ്റണം. ഈ അപ്പൂട്ടിനെ ഇനി കുത്തി ഉണർത്തിയാലേ പറ്റൂ. നേരെ ഒത്തിരിയായി. തിയേറ്ററിൽ ചെല്ലുമ്പോ സിനിമ പാതിയാവും. നല്ല പുള്ളിയാ. എന്തൊരുറക്കമാ. പോയി കുളിച്ച് റെഡിയാവും. പോകാറായി. നീ കിടന്ന് ബഹളം വെക്കാതെ, ഞാൻ വന്നിട്ട് വിളിച്ചോളാം. തീർന്നില്ല പരാതി. അമ്മേ, കാപ്പി കൊണ്ടുവരാം. അലക്കൊഴിഞ്ഞിട്ട് പെണ്ണ് കേട്ടാൻ നേരമില്ലെന്ന് പറഞ്ഞ പോലെ.
നിന്റെ അലക്കാമ്പിന് പൂട്ടിൽ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? എന്റെ പണി കഴിഞ്ഞു, ഞാൻ ഇപ്പൊ റെഡിയാവും. മോനെ, നീ എന്ന് പറഞ്ഞ അവക്ക് ജീവനാ. അപ്പച്ചി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ വന്നിട്ടേ സിനിമയുടെ കഥ മുഴുവനും പറഞ്ഞുതരാം, വള്ളി പുള്ളി വിടാതെ. അപ്പോ ഇവിടെ അപ്പുറത്തുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ. അപ്പേട്ടാ, അപ്പേട്ടാ, ഓടി തളർന്നുപോയി. നല്ല പുള്ളിയാ. സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയിട്ട് ഒറ്റയ്ക്കൊരൊറ്റ പോക്ക്. എന്താ അപ്പേട്ടാ? നമുക്ക് ഇനിയൊരിക്കൽ പോവാം സിനിമയ്ക്ക്. അപ്പേട്ടനെന്താ ഒരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. നുണ, എന്തോ കുഴപ്പമുണ്ട്. എന്റെ അപ്പേട്ടനെ എനിക്കറിയില്ലേ. ഇങ്ങോട്ട് നോക്കി. ഞാൻ തന്നെ അപ്പേട്ടാ. സീത പോയിക്കോ, ഞാൻ പിന്നെ വരാം. അപ്പേട്ടനും വാ. സീത പോയിക്കോ, ഞാൻ വന്നേക്കാം. വരാൻ. സീത പോയിക്കോ, ഞാൻ വന്നേക്കാം. വാ. വിടാൻ. പുറത്തേക്ക് പോയിരിക്കുവാ. സാരല്ല, വരട്ടെ. സാധനം അകത്തുണ്ടല്ല. അറിഞ്ഞൂടാ. നമ്മളെ മുത്ത് എവിടെ പോയേ? എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാധനം അകത്ത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നീ ഒന്ന് പോയി നോക്കിയേ. ഇല്ല, എനിക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞില്ലേ. ആ ബെഞ്ചിൽ ചെന്നിരിക്കെ, അവരാരെങ്കിലും ഇപ്പൊ വരും. നോക്കി, എനിക്കാന്ന് പറഞ്ഞ വേറൊരു വസ്തു പറയില്ല. നീ ഒന്ന് പോയി നോക്കിയേ. ഇല്ല, ആ ബെഞ്ചിൽ ചെന്നിരിക്കെ. എന്തുണ്ടൊക്കെ എന്നാലും നീ ചിരിക്കണേ? എന്റെ അപ്പൻ ചത്ത. പിന്നെയും നീ എന്തുണ്ടാ ചിരിക്കണേ? ഒരു വീക്ക് വെച്ചതല്ലോ.